ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജമ്മു കാശ്മീർ അതിർത്തികളിൽ പാക് സേനയുടെയും ഭീകരരുടെയും പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സുരക്ഷാ സേന. ബന്ദിപ്പോരയിൽ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്യബ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സേന വധിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകര ഒളിത്താവളങ്ങൾ വളഞ്ഞ് സേനയുടെ പരിശോധനകളും പുരോഗമിക്കുകയാണ്. ബന്ദിപ്പോരയിലെ ഏറ്റുമുട്ടലിലാണ് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സുരക്ഷാ സേന വധിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. പുൽവാമയിൽ വീടുകയറി തിരച്ചിൽ. ഷോപ്പിയാനിലും അനന്ത്നാഗിലും മറ്റും ഭീകരരുടെ ഒളിത്താവളങ്ങൾ സേന വളഞ്ഞു. കത്വയിൽ 4 ഭീകരരെ കണ്ടെന്ന് പ്രദേശവാസികൾ സൈന്യത്തെ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തി BSF അടച്ചു. സുജേത് ഗഡിലെ ഒക്ട്രോയ് പോസ്റ്റിലേക്കുള്ള പ്രവേശനമാണ് നിർത്തിവെച്ചത്. ഷിംല കരാർ ഒപ്പുവെച്ച മേശപ്പുറത്ത് നിന്ന് പാക് പതാക നീക്കി. ഹിമാചൽ രാജ്ഭവനിൽ നിന്നാണ് പതാക നീക്കിയത്. BSF ജവാനെ പാക് സേന കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ BSF മേധാവി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ സാഹചര്യങ്ങൾ അറിയിച്ചു. ജവാനെ വിട്ടുനൽകിയില്ലെങ്കിൽ കടുത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ അറിയിക്കാനാണ് നീക്കം. സംഭവത്തിൽ ആശങ്ക അറിയിച്ച് ജവാൻ PK സിംഗിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. ജമ്മു കാശ്മീരിലെത്തിയ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം ചർച്ച ചെയ്യുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർ തിങ്കളാഴ്ച ജമ്മു കാശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു. അതേസമയം പഹൽഗാം ആക്രമണത്തിനായി ലഷ്കർ ഭീകരർക്ക് ഹമാസിന്റെ പിന്തുണയും കിട്ടിയെന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തൽ. പാക് അധീന കാശ്മീരിൽ ഹമാസ് ഭീകരർ എത്തിയെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി പറഞ്ഞു. 24 ഡൽഹി. ജമ്മുകാശ്മീരിലെ കത്വയിൽ സുരക്ഷാ സേനയുടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ മേഖലയിൽ കണ്ടതായി പ്രദേശവാസിയായ സ്ത്രീ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രിയും തെരച്ചിൽ നടക്കുന്നത്. വീടുകളിലടക്കം തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ബൽറാം, കത്വയിലെ തെരച്ചിലിന് പ്രത്യേകത ഏറെയുണ്ടല്ലോ. ആ മേഖലയിൽ കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന പുറത്തുവിട്ട ചിത്രങ്ങളിൽ പറയുന്ന പഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരരെത്തിയിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ ഒരു മൊഴി നൽകിയിട്ടുണ്ട്, ഒരു വിവരം നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ആ മേഖലയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാണോ ബൽറാം? വിജയകുമാർ, ഇത്തരത്തിൽ ഒരു മൊഴി, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ സൈന്യം പുറത്തുവിട്ട ചിത്രങ്ങളിൽ സാമ്യമുള്ള ഒരാളെ കണ്ടതായുള്ള മൊഴി ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കത്വ മേഖലയിലെ വനമേഖല ഉൾപ്പെട്ട പ്രദേശത്താണ് തെരച്ചിൽ നടത്തുന്നത്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. ഈ ഒരു തെരച്ചിലിന്റെ കത്വ മേഖലയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. വീടുകളിൽ എത്തി സുരക്ഷാ സേന വിവരങ്ങൾ ശേഖരിക്കുന്നു. ഏതെങ്കിലും മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ മേഖലയിൽ ഈ ഭീകരരെത്തി എന്ന് വിവരം നൽകിയത് ഒരു സ്ത്രീയാണ്. ആ ചിത്രങ്ങളിൽ കാണുന്ന ഭീകരരെ അവിടെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു, പരിഹരിച്ചു. ബൽറാമിന് തുടരാം. വിജയകുമാർ, ഈ ഒരു ഓപ്പറേഷന്റെ അതിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സുരക്ഷാ ഏജൻസികൾ തയ്യാറായിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായി സംശയിക്കുന്ന ഭീകരരുടെ ചിത്രങ്ങൾ, പുറത്തുവിട്ട ചിത്രങ്ങളിൽ സാമ്യമുള്ള ഒരാളെ കണ്ടതായി മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ മൊഴിയിലെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ അന്വേഷണത്തിന്റെ ഈ തെരച്ചിലിന്റെ പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സുരക്ഷാ സേന തയ്യാറായിട്ടില്ല. അത് ഈ തെരച്ചിലിനെ ഉൾപ്പെടെ ബാധിക്കുമോ അതിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അതിന്റെ പൂർണ്ണമായുള്ള രഹസ്യാത്മകത സൂക്ഷിക്കുന്നത്. അതേസമയം ഈ മേഖലയിൽ മാത്രമല്ല തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ഭീകരർ പലരായി പിരിഞ്ഞു പോയിരിക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഒന്നിച്ച് പോയാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ 4 പേർ അല്ലെങ്കിൽ ഇവരോടൊപ്പം കൂടുതൽ പേർ ഉണ്ടെങ്കിൽ അവർ പല വഴിക്ക് പോയതാകാനുള്ള സാധ്യതയും സുരക്ഷാ സേന കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ബൈസരൻ താഴ്വരയിൽ അടക്കം
അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആകാശമാർഗമുള്ള തെരച്ചിലുകൾ അത് പ്രായോഗികമല്ലാതാകുന്നു. വളരെ തിക്കി നിറഞ്ഞ പൈൻമരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള തെരച്ചിൽ സാധ്യമല്ലാത്തതിനാൽ മനുഷ്യരെ ഇറക്കി സുരക്ഷാ സേനയെ ഇറക്കിയുള്ള തെരച്ചിൽ മാത്രമാണ് പൂർണ്ണമായും ഈ മേഖലയിൽ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നത്. കൂടാതെ ഈ മേഖല എന്നുള്ളത് വലിയ വിസ്തീർണമുള്ള ഒരു പ്രദേശമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ തെരച്ചിൽ കൂടുതൽ സമയം നീളുന്നത് എന്നാണ് ഈ സുരക്ഷാ സേനയിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ നിന്നായാലും പുറത്തു കടക്കാൻ ഭീകരർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് സുരക്ഷാ സേന. കൂടാതെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ അത് കൂടി ഏറെ നിർണായകമാകും ഈ ഒരു തെരച്ചിൽ ഓപ്പറേഷന് എന്നുമാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 1500-ലേറെ പേർ ഇതിനകം തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അത് ഈ ആക്രമണത്തിൽ പങ്കെടുത്തതായി തെളിവുകൾ ലഭിച്ച രണ്ട് കശ്മീർ സ്വദേശികളുടെ ബന്ധുക്കൾ അടക്കമുള്ളവരാണ് 1500ഓളം പേർ കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പുറത്തുവിട്ട ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നതിനായി പല ഫോൺ കോളുകളും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഭീകരർക്കായി താഴ്വരയിൽ തുടരുന്നത്. വിജയകുമാർ. യെസ്, ബൽറാം സൂചിപ്പിച്ചതുപോലെ കത്വയിൽ മാത്രമല്ല വിവിധ മേഖലകളിൽ, കശ്മീരിൽ വിവിധ മേഖലകളിൽ ഈ തെരച്ചിൽ തുടരുകയാണ്. പലയിടത്തും സുരക്ഷാ സേന വീടുകളിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ ഭീകര കേസുകളിൽ, തീവ്രവാദ കേസുകളിൽ പെട്ട ആളുകളുടെ വീടുകളിൽ ഉൾപ്പെടെ ഈ പരിശോധന നടക്കുന്നുണ്ട്. NIA സംഘവും ഈ പരിശോധനയ്ക്കൊപ്പമുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെ സഹായവും ഈ പരിശോധനയ്ക്ക് സുരക്ഷാ സേനയ്ക്കൊപ്പം അവരുടെ സാന്നിധ്യവുമുണ്ട്. അങ്ങനെ വിപുലമായി വിവിധ ഏജൻസികൾ ഒരുമിച്ച് ചേർന്നുള്ള പരിശോധനയാണ്. ഒരുപക്ഷെ ഈ രാത്രിയിൽ നിർണായക വിവരങ്ങൾ കത്വയിൽ നിന്നോ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചേക്കാം എന്നാണ് സൂചന. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇന്ത്യ റദ്ദാക്കിയേക്കും. പാക് പൗരന്മാരെ അടിയന്തരമായി തിരിച്ചയക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ല എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി CR പാട്ടീൽ പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയും ജമ്മു കാശ്മീരിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. വെടിനിർത്തൽ കരാർ റദ്ദാക്കി പാകിസ്ഥാനെതിരെ സൈനിക നീക്കം കൂടി നടത്തിയേക്കും. വിസ കാലാവധി വെട്ടിച്ചുരുക്കിയതിന് പിന്നാലെ പാക് പൗരന്മാരെ രാജ്യത്ത് നിന്ന് തിരിച്ചയക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് തുടരുന്ന പാക് പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. നദീജലം ഒരു തുള്ളി പോലും പാകിസ്ഥാന് നൽകാതിരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുമെന്ന് ജലവകുപ്പ് മന്ത്രി CR പാട്ടീൽ. ഹ്രസ്വകാല ദീർഘകാല നടപടികൾ ഇതിനായി സ്വീകരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് പ്രതികരണം. ചിലർ കാശ്മീരിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. Every single Indian stands united, stands together so that we can defeat what the terrorists were trying to do. ജമ്മു കാശ്മീരിലെത്തിയ രാഹുൽ ഗാന്ധി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. വിനീത VG 24 ഡൽഹി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഈ തീരുമാനം അതിശക്തമായി നടപ്പാക്കാനാണ് യോഗത്തിന് ശേഷം ഉള്ള നീക്കങ്ങളിൽ പ്രധാനം. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ഇക്കാര്യത്തിൽ നടപ്പിലാക്കും. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുക്കില്ല എന്നാണ് ജലവിഭവ മന്ത്രി CR പാട്ടീൽ പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നൽകും. ശ്രീനാഥ്, അപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലയിരുത്തി. അത് കർശനമായി നടപ്പാക്കും. അതിന്മേൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. ഒരു ജലയുദ്ധം എന്ന മട്ടിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്, അല്ലേ?
തീർച്ചയായും വിജയകുമാർ, ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ കൂടുതൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവുക സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാകാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ GDP-യുടെ ഒരു പ്രധാന ഭാഗം സംഭാവന ചെയ്യുന്നത് സിന്ധു നദിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കൊണ്ട് മുന്നോട്ട് നടക്കുന്ന കൃഷി, മറ്റു വ്യവസായങ്ങൾ, ഇതൊക്കെയാണ്. അതെല്ലാം നിന്നു പോകുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, ഈ നദിയെ ആശ്രയിച്ച് കഴിയുന്ന പാകിസ്ഥാനിലെ ജനങ്ങളൊക്കെ ഇതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിനൊരു യുദ്ധമായി കാണുന്നു എന്നൊക്കെ പരസ്യമായി പറയുകയും അതിനെ ആ തരത്തിൽ നേരിടും എന്ന് വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ഇന്നൊരു യോഗം ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ CR പാട്ടീൽ ഉണ്ടായിരുന്നു, ജലവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉണ്ടായിരുന്നു. അജിത് ഡോവലിന്റെ കൂടി ഉപദേശങ്ങൾ ഈ യോഗത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് CR പാട്ടീൽ ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാൻ നൽകില്ല, വെള്ളം പൂർണ്ണമായി തടയുമ്പോൾ അതെങ്ങനെ ഇന്ത്യയുടെ ഭാഗത്ത് ഉപയോഗപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഹ്രസ്വകാല, അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട മെഷേഴ്സ്, നടപടികൾ, അതോടൊപ്പം ദീർഘകാലത്തിൽ എങ്ങനെയാണ് ഈ പദ്ധതി, ഈ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ അത്തരം മെഷേഴ്സൊക്കെ തയ്യാറാക്കും എന്നതാണ് CR പാട്ടീൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടി പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവിധ രാജ്യങ്ങളെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആവശ്യം, ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാടിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇന്ത്യ ആവട്ടെ മറ്റു രാജ്യങ്ങൾ, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, നെതർലൻഡ്സ് പ്രധാനമന്ത്രിയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഈ വിഷയങ്ങളിൽ ഒരു പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയാവട്ടെ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നേരിട്ട് സഹായം ചെയ്യാം എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ മാരത്തൺ ചർച്ചകളായിരുന്നു S ജയശങ്കർ നടത്തിയത്. വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതികളുമായി ചർച്ച നടത്തി. സൗദി, അർജന്റീന, ഈജിപ്റ്റ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതികളുമായി അദ്ദേഹം ചർച്ച നടത്തി. ഇവരുടെയൊക്കെ പിന്തുണ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നയതന്ത്ര തലത്തിൽ ഇത്തരമൊരു യുദ്ധം നടക്കുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളുടെ, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരക്കിട്ട നീക്കങ്ങളുടെ പകലായിരുന്നു ഡൽഹിയിൽ. ഉന്നതതല യോഗങ്ങൾ, നയതന്ത്ര നീക്കങ്ങൾ, നയതന്ത്ര പിന്തുണ ആർജിക്കാനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ തന്ത്രപ്രധാനമായ യോഗങ്ങൾ, ഇതൊക്കെയാണ് ഈ പകലിൽ ഡൽഹിയിൽ ഉണ്ടായത്. അതൊക്കെ വിജയം കണ്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ നൽകുന്ന വിവരം. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 2 കശ്മീർ ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർത്ത സുരക്ഷാ സേനയും പ്രാദേശിക ഭരണകൂടവും. തെറ്റു ചെയ്തെങ്കിൽ കനത്ത ശിക്ഷ നൽകണമെന്ന് ഭീകരരായ ആദിൽ ഹുസൈൻ തോക്കറിന്റെയും ആസിഫ് ഷെയ്ഖിന്റെയും കുടുംബങ്ങൾ പറഞ്ഞു. ത്രാലിലെയും ബെജ്ബെഹാരയിലെയും ഭീകരരുടെ വീടുകളിലെത്തിയ 24 സംഘത്തോടായിരുന്നു ഈ പ്രതികരണം. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായി തെളിവ് ലഭിച്ച ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടെയാണ് പ്രാദേശിക ഭീകരർക്കെതിരെ കടുത്ത നടപടി. ഇരുവരുടെയും വീടുകൾ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു. ത്രാലിലെ മഗ്മയിലുള്ള ആദിൽ ഷെയ്ഖിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30യോടെയാണ് പ്രാദേശിക ഭരണകൂടമടങ്ങുന്ന സംഘം എത്തിയത്. വീടിന്റെ പകുതിയോളം തകർത്തു. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ആസിഫ് നേരത്തെ മുതൽ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. 3 വർഷമായി ആസിഫുമായി ഒരു ബന്ധവുമില്ലെന്നും പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെങ്കിൽ പിടികൂടി ശിക്ഷിക്കണമെന്നും സഹോദരി ആസിഫ. अगर आते तो वो यहीं पे उनको पकड़ते. अगर हमने कोई इलीगल काम किया होता 3 सालों से, हम भी तो जेल में होते, हम भी तो वहाँ पे थाने में बंद होते. അനന്ത്നാഗിലെ ബിജ്ബെഹാരിക്ക് സമീപം ഗൂരിയിലുള്ള ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ വീട്ടിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച ശേഷമാണ് വീട് തകർത്തത്. പഹൽഗാം ആക്രമണത്തിൽ ആദിലിന് പങ്കുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ നൽകണമെന്ന മാതാവ് ഷഹസാദ. ആക്രമണത്തിന് പിന്നാലെ ആദിലിന്റെ പിതാവിനെയും 2 സഹോദരന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും 7 വർഷത്തോളം ലഷ്കർ പരിശീലനം നേടിയ ആദിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയതായി ഏജൻസികൾക്ക് വിവരമുണ്ട്. 2018 ശേഷം ആദിലിന് വീടുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ അതിനുശേഷം ആദിൽ പാകിസ്ഥാനിലേക്ക് പോയി പരിശീലനം സിദ്ധിച്ച് മടങ്ങിയെത്തിയെന്നും ഭീകരർക്ക് വഴികാട്ടിയാകുന്നത് ആദിൽ ആണ് എന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വീട് തകർക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നതും. അനന്ത്നാഗിലെ ഗുരിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പാകിസ്ഥാനുമായി യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി ഇന്ത്യ. എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ബ്രിട്ടന്റെയും നെതർലൻഡിന്റെയും പ്രധാനമന്ത്രിമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതികളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി. നയതന്ത്ര ബന്ധങ്ങൾ വെട്ടിച്ചുരുക്കിയും സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം തടഞ്ഞും പാക് പൗരന്മാരെ വിലക്കിയും ഇന്ത്യ പാകിസ്ഥാന് മേൽ കനത്ത ഭീഷണി ഉയർത്തിയ സമയമാണ്. തെളിവുകളില്ലാതെ ഇന്ത്യ അതിക്രമം കാണിക്കുന്നുവെന്ന് ആരോപിക്കുകയാണ് മറുവശത്ത് പാകിസ്ഥാൻ. പാക് സ്പോൺസേഡ് ഭീകരവാദത്തോട് ഇനി സന്ധിയില്ലാതെ മുന്നോട്ട് പോകാൻ ഉറച്ച ഇന്ത്യ പരമാവധി ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കയർ സ്റ്റാർമർ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണ അറിയിച്ചു. നെതർലൻഡ് പ്രധാനമന്ത്രിയും ഇതേ പിന്തുണ മോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഉറപ്പു നൽകി. ഭീകരവേട്ടയ്ക്ക് സഹായം നൽകാമെന്ന് അമേരിക്കയും ഇന്ന് വാഗ്ദാനം ചെയ്തു. ഇസ്രായേൽ, അർജന്റീന, സൗദി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ന് ചർച്ച നടത്തി. ഒരുമിച്ച് നിൽക്കാമെന്നാണ് ചർച്ചയിലെ തീരുമാനം. പാകിസ്ഥാനെതിരായ നടപടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ സ്ഥാനപതികളോട് ഇന്ത്യ സാഹചര്യം വിശദീകരിച്ച് നൽകിയതുമാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഫലം കാണുകയാണ്. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വേഗം പകരുന്ന സ്ക്രാം ജെറ്റ് എഞ്ചിൻ പരീക്ഷണം വിജയകരമായി എന്ന് DRDO അറിയിച്ചു. ദീർഘദൂര മിസൈലുകൾക്ക് കരുത്തുകൂട്ടുകയാണ് ഇന്ത്യ. മണിക്കൂറിൽ 6000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഭാരം കുറയ്ക്കാനും ക്ഷമത കൂട്ടാനും മിസൈലുകളെ സഹായിക്കുന്ന ഘടകമാണ് സ്ക്രാം ജെറ്റ് എഞ്ചിൻ. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, പരീക്ഷണത്തിന് ശേഷം DRDO എന്താണ് വിശദീകരിക്കുന്നത്? വിജയകുമാർ, പൊതുവെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, അത് വിജയകരമായി പൂർത്തിയാക്കാറുമുണ്ട് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരൊക്കെയായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സ്ക്രാം ജെറ്റ് എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് DRDO അറിയിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വേഗം പകരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സ്ക്രാം ജെറ്റ് എന്ന് പറയുന്നത്. ദീർഘദൂര മിസൈലുകൾക്ക് ഇത് കൂടുതൽ കരുത്തു പകരും എന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. മണിക്കൂറിൽ ഏതാണ്ട് 6000 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഭാരം കുറയ്ക്കാനും ക്ഷമത കൂട്ടാനും മിസൈലുകളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. മറ്റു മിസൈലുകളെ മുൻനിർത്തി നോക്കുമ്പോൾ ആ മറ്റു മിസൈലുകളെ പ്രവർത്തനശേഷിയേക്കാൾ കൂടുതൽ 10 മടങ്ങ് വേഗതയിൽ ഈ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ പരീക്ഷണം ഹൈദരാബാദിലാണ് നടത്തിയത്. ഹൈദരാബാദിൽ നടത്തിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നാണ് DRDO അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ ഈ പരീക്ഷണത്തിനും അത് വിജയകരമെന്ന DRDOയുടെ വാർത്താക്കുറിപ്പിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഭാരം കുറയ്ക്കാനും ക്ഷമത കൂട്ടാനും മിസൈലുകളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് സ്ക്രാം ജെറ്റ് എഞ്ചിൻ. അതിൻ്റെ പരീക്ഷണമാണ് വിജയകരമായി DRDO ഇന്ന് നടപ്പാക്കിയത്. വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ പുകഴ്ത്തിയും ഭീകരരെ സഹായിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചും പാകിസ്ഥാൻ മന്ത്രിമാർ. ആക്രമണം നടത്തിയ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പുകഴ്ത്തിയത്. ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ അതിർത്തികളിലേക്ക് പാക് സേന നീങ്ങുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാമിൽ ക്രൂരമായ ആക്രമണം നടത്തിയ ഭീകരരെ പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന്. तो वो हमें शुक्रगुजार होना चाहिए कि ये तो फ्रीडम फाइटर्स भी हो सकते हैं. वी डोंट नो कि कौन है. तो हमने कोई किसी किस्म की बिल्कुल ऑनेस्टी के साथ स्टेटमेंट दी थी, लेकिन मैं समझता हूँ कि उन्होंने अपनी फेलियर को और अपनी सियासत को जो इंटरनल है 3 പതിറ്റാണ്ടായി ഭീകരരെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിന്റെ തുറന്നു പറച്ചിൽ. അമേരിക്കയ്ക്ക് വേണ്ടിയാണിതെന്നും ഖവാജ ആസിഫ് അതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. We have been doing this dirty work for United States for about 3 decades, and West, including Britain. This Pakistan's track record, was not, unimpeachable track record. ഇന്ത്യക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങളിലെ പാക് പങ്ക് ഈ പ്രതികരണത്തിലൂടെ കൂടുതൽ വെളിപ്പെടുകയാണ്. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരിൽ 2 ഭീകരർ പാകിസ്ഥാൻ സ്വദേശികളെന്ന് ജമ്മു കാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചു. ഹാഷിം മൂസ, അലിഭായ് എന്നിവർ 2 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയെന്ന് പോലീസ്. ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈനികരെ വിന്യസിച്ചു. റാവൽപിണ്ടിയിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാക് സൈനിക വാഹനങ്ങൾ നീങ്ങുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതിർത്തികളിലെ ഭീകര ക്യാമ്പുകൾ
പാക് സേന ഒഴിപ്പിച്ചതായി വിവരമുണ്ട്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരെ സൈനിക വിമാനങ്ങളിൽ മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതുൾപ്പെടെയുള്ള ഇന്ത്യൻ നിലപാടുകൾക്കെതിരെ പാകിസ്ഥാൻ സെനറ്റ് പ്രമേയം പാസാക്കി. ഇന്ത്യൻ നടപടികൾ നേരിടാൻ പാകിസ്ഥാൻ സജ്ജമെന്നാണ് പ്രമേയം. ഇന്റർനാഷണൽ ഡെസ്ക് 24. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചും ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തിയും രാജ്യവ്യാപകമായി കോൺഗ്രസ് മെഴുകുതിരി തെളിയിച്ചു മാർച്ച് നടത്തി. ഡൽഹി AICC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകി. ഗാന്ധി സ്മൃതിയിലെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആദരാഞ്ജലി അർപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാർച്ചിൽ പങ്കെടുത്തു. ചിലർ കാശ്മീരിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഹൈദരാബാദ് മക്ക മസ്ജിദിന് മുന്നിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു. കറുത്ത ആം ബാൻഡ് അണിഞ്ഞാണ് വിശ്വാസികൾ പള്ളിയിലെത്തിയത്. ഭീകരവാദത്തിനെതിരെയായിരുന്നു ഇമാമിന്റെ ജുമാ പ്രസംഗവും. പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയുടെ മുന്നിൽ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം മുഴക്കി വിശ്വാസികൾ പ്രതിഷേധിച്ചു. കണ്ണീരോടെ നാട്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന് വിട നൽകി നാട്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. ആയിരങ്ങളാണ് N രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ഇടപ്പള്ളി പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. നാടിന്റെ ഹൃദയത്തിൽ രാമചന്ദ്രൻ ജീവിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകിയെത്തിയ ജനക്കൂട്ടം. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർ ഒരുമിച്ചെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. It's a very sad moment, not only for Kerala, but for whole of country. In fact, it is against the humanity that has happened in Pahalgam. രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളേണ്ട സമയമെന്ന് മന്ത്രി P. രാജീവ്. അങ്ങേയറ്റം ദുഃഖകരവും വേദനാജനകവുമായ സംഭവമാണ് കാശ്മീരിൽ പുൽഗാവിയിലുണ്ടായത്. അതിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, എറണാകുളം MP ഹൈബി ഈഡൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിൽ നടന്ന പൊതുദർശനം കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും മാത്രമായി ക്രമീകരിച്ചിരുന്നു. തുടർന്ന് വിലാപയാത്രയായി ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക്. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ഒടുവിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് സംസ്ഥാനവും രാമചന്ദ്രനെ യാത്രയാക്കിയത്. ടീം 24 കൊച്ചി. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ വിയോഗത്തിൽ ഒരു നാടാകെ തെങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് രാമചന്ദ്രന്റെ വീടും ചെങ്ങമ്പുഴ പാർക്കും സാക്ഷ്യം വഹിച്ചത്. തകർന്നുപോയ രാമചന്ദ്രന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർക്കുകയാണ് കേരളം. അച്ഛൻ കൺമുന്നിൽ വെടിയേറ്റ് പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന മകൾ. ആരും തകർന്നു പോകുന്ന അവസ്ഥയിൽ അസാമാന്യ ഉൾക്കരുത്തുമായി നിന്ന ആരതി പക്ഷേ ഇന്നുലഞ്ഞു.
അച്ഛൻ്റെ ചേതനയേറ്റ ശരീരത്തിനു മുന്നിൽ മക്കളെയും ചേർത്തു പിടിച്ചിരുന്നപ്പോൾ ഇരമ്പി വന്ന സങ്കടക്കടൽ അടക്കി നിർത്താൻ ആ മകൾക്കായില്ല. അച്ഛനും അമ്മയും സഹോദരിയും അവധിക്കാലം ആഘോഷിക്കാൻ പോയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അരവിന്ദ്. രാമചന്ദ്രൻ ഏറെ ആഗ്രഹിച്ച യാത്ര. പക്ഷേ ആ സ്വപ്നഭൂമിയിൽ തന്നെ അച്ഛൻ പിടഞ്ഞു വീണു. സങ്കടത്തിൻ്റെ അലകടലിരമ്പാണ് അരവിന്ദിന്റെ ഹൃദയത്തിൽ. എല്ലാമായിരുന്ന മുത്തച്ഛൻ കൺമുന്നിൽ വെടിയേറ്റു വീഴുന്നത് കാണേണ്ടി വന്ന ആ 2 പിഞ്ചുകുഞ്ഞുങ്ങൾ, ഒരു കുടുംബം തകർന്നുലഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഒഴുകിയെത്തിയ മനുഷ്യക്കടൽ അവരോട് പറഞ്ഞു, കൈവിടില്ല, ഞങ്ങളുണ്ട് കൂടെ. ഒരു ജീവിതകാലം മുഴുവൻ താങ്ങായി നിന്നയാളുടെ അപ്രതീക്ഷിത പിരിഞ്ഞുപോക്കിൽ ഉലഞ്ഞില്ലാതായിപ്പോയി ഭാര്യ ഷീല. ആ ചേതനയേറ്റ ശരീരത്തിനരികിൽ ഷീല മുഴക്കിയ ആ മുദ്രാവാക്യം ഓരോ ഇന്ത്യക്കാരുടെയും ഉള്ളിൽ എക്കാലത്തും ജ്വലിച്ചു നിൽക്കും. ന്യൂസ് ഡെസ്ക് 24. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖനെ കൊന്നിടത്ത് വീണ്ടും കാട്ടാന എത്തി. ആനയെ വനപാലകരെത്തി തുരത്തി വനമേഖലയിലേക്ക് കയറ്റിവിട്ടു. RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, ഇതിലൊരു പ്രദേശവാസിയെ ആന ആക്രമിക്കാൻ ഒരുങ്ങുകയും അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തല്ലോ ഇന്ന്. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം? വിജയകുമാർ, ചിക്കു എന്ന സുജിത്താണ് കാട്ടാനയെ കണ്ടത്. ഇതിനുശേഷം ഈ കാട്ടാന താഴെയുള്ള കർപ്പൂരക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തേക്ക് ഇറങ്ങി വന്നു. ജനവാസ മേഖലയാണ്. ആ മേഖലയിൽ ആന ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചു. അതായത് ഇന്നലെ ഈ മരണം നടന്ന ആ പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം താഴെയാണ് ഇത്. ഇതെല്ലാം തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. ശംബ്രമലയുടെ താഴെയുള്ള പ്രദേശമാണ് ഇതെല്ലാം തന്നെ. ധാരാളം തേയിലത്തോട്ടങ്ങളുണ്ട്. ആ തേയിലത്തോട്ടങ്ങൾക്കടുത്ത് ജനവാസ കേന്ദ്രങ്ങളുമുണ്ട്. ഇത്തരം വീടുകൾക്ക് അടുത്തേക്കാണ് ഈ ആന എത്തുന്നത്. ഈ ആന സുജിത്ത് എന്നയാളാണ് ഈ ആനയെ കണ്ടിട്ടുള്ളത്. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് RRT സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ ആളുകളോട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ അടുപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു ഇടപെടലാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് അവരുടെ സുരക്ഷയെ കൂടി കരുതിക്കൊണ്ട് തന്നെയാണ് ആ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആന അട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആന കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് വനമേഖലയിലേക്ക് ആന കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലെ ഈ സംഭവം ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഈ കാട്ടാന ഇറങ്ങി വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ കുങ്കിയാന ഉൾപ്പെടെയുള്ളവയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ, ഒപ്പം തന്നെ കാട്ടാനയെ കൂടുതൽ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടി, അത്തരം കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം മരിച്ച അറുമുഖന്റെ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DFO അജിത് കെ രാമൻ നേരിട്ടെത്തി കൈമാറുന്ന നടപടിയും പൂർത്തിയായിട്ടുണ്ട്. വിക്രം, ഉണ്ണികൃഷ്ണൻ എന്നീ 2 കൊമ്പന്മാരെ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. അതിന്റെ നേതൃത്വം, അതിനെ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും ഒപ്പം തന്നെ ഇതിനെ കൂടുതൽ ഉൾവനങ്ങളിലേക്ക് തുരത്തുക എന്നുള്ള തരത്തിലുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പിലാക്കാൻ പോകുന്നത്. വിജയകുമാർ. യെസ്, ആനയെ വനപാലകരെത്തി തുരത്തിയിട്ടുണ്ട്. വനമേഖലയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. RRT സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്, ഭയമുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീസ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. IT കമ്പനികളുടെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിൽക്കാം. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചാണ് IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ സർക്കാർ അനുമതി നൽകിയത്. ഒരു സ്ഥാപനത്തിന് 1 ലൈസൻസ് മാത്രമേ നൽകൂ.
മദ്യശാലകൾ കമ്പനികളോട് ചേർന്ന് തന്നെയെങ്കിലും ഓഫീസുകളുമായി ബന്ധമുണ്ടാകില്ല. സ്ഥാപനത്തിലെ ഔദ്യോഗിക ജീവനക്കാർക്കും സന്ദർശകർക്കുമാണ് മദ്യം ലഭിക്കുക. പുറത്തുനിന്നുള്ള ആർക്കും മദ്യം നൽകരുതെന്നാണ് ചട്ടം. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീ. സർക്കാർ നിശ്ചയിച്ച ദിവസങ്ങളിലും 1-ാം തീയതിയും മദ്യം നൽകരുത്. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ പ്രവർത്തന സമയവും നിശ്ചയിച്ചാണ് സർക്കാർ ഉത്തരവ്. IT പാർക്കുകളിലെ മദ്യം വിളമ്പലിൽ പരാതികളുണ്ടെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് തുല്യമായ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന് നടപടിയെടുത്ത് പിഴയീടാക്കാമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. 24 തിരുവനന്തപുരം. CPI സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരാതി ഉന്നയിച്ച് മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ ദേശീയ കൗൺസിൽ യോഗത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ ആദരമർപ്പിക്കാൻ കുടുംബത്തെ ക്ഷണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാനം രാജേന്ദ്രന്റെ മകൻ രംഗത്തെത്തിയത്. ക്ഷണിക്കാത്തതിൽ വീഴ്ച പറ്റിയെന്നും ക്ഷമാപണം നടത്തിയെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. ദേശീയ കൗൺസിൽ യോഗത്തോടനുബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് CPI സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ അന്തരിച്ച നേതാക്കളുടെ കുടുംബങ്ങളെ ആദരിച്ചിരുന്നു. എന്നാൽ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ അവഗണിച്ചതായി പാർട്ടി അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ചു. ഇത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയ കമന്റിലാണ് കാനത്തിന്റെ മകൻ സന്ദീപ് പാർട്ടി നേതൃത്വത്തിനെതിരെ പരാതി ഉന്നയിച്ചത്. കാനത്തിന്റെ ഭാര്യ അസൗകര്യം മൂലം എത്തിയില്ലെന്ന് നേതൃത്വം സമ്മേളനത്തിന്റെ അവസാനം പറഞ്ഞിരുന്നു. ഇതാണ് കാനത്തിന്റെ മകൻ സന്ദീപിനെ പ്രകോപിപ്പിച്ചത്. പരിപാടിയിലേക്ക് തങ്ങൾക്ക് അറിയിപ്പ് നൽകുകയോ ക്ഷണിക്കുകയോ ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് അസൗകര്യമുള്ളതുകൊണ്ടാണ് വരാതിരുന്നതെന്ന നേതാക്കൾ നടത്തിയ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. തങ്ങളെ പരിപാടി അറിയിക്കാതെ എങ്ങനെ അസൗകര്യം പറയുമെന്നാണ് സന്ദീപ് രാജേന്ദ്രന്റെ ചോദ്യം. കാനത്തിന്റെ കുടുംബത്തെ ആദരിക്കാൻ ക്ഷണിച്ചില്ലെന്ന വിമർശനം കടുക്കുന്നതിനിടെയാണ് കുടുംബം നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഇടപെട്ട സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദീപിനെ വിളിച്ച് ക്ഷമാപണം നടത്തി. കാനത്തിന്റെ കുടുംബത്തെ ക്ഷണിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് നേതൃത്വം തുറന്നു സമ്മതിച്ചു. ജില്ലാ നേതൃത്വം ക്ഷണിക്കുമെന്ന് സംസ്ഥാന നേതൃത്വവും സംസ്ഥാന നേതൃത്വം ക്ഷണിക്കുമെന്ന് ജില്ലാ നേതൃത്വവും കരുതി. ഈ ആശയക്കുഴപ്പമാണ് ക്ഷണിക്കാൻ വിട്ടുപോയതിന്റെ കാരണം. വീഴ്ച ആരുടേതായാലും വീഴ്ച തന്നെയാണെന്ന് ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കും. സംസ്കാര ചടങ്ങിന്റെ തത്സമയ വിവരങ്ങൾ നൽകാൻ എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള 24 വാർത്താ സംഘം വത്തിക്കാനിലെത്തി. വിശ്വാസി സമൂഹത്തിന്റെ വലിയ ഇടയനെ അവസാനമായി കാണാൻ പതിനായിരങ്ങളാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. ലോകം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ്. വത്തിക്കാനിൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 പൊതുദർശനം പൂർത്തിയാക്കി പേടകമടയ്ക്കും. സംസ്കാരത്തിന് തൊട്ടുമുമ്പ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസാന അവസരം അശരണരുടെ സംഘത്തിനായിരിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇന്ത്യൻ സമയം നാളെ ഉച്ചയ്ക്ക് 1:30 സംസ്കാര ശുശ്രൂഷകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു നയിക്കുന്ന ഇന്ത്യൻ സംഘം സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ നാളെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർദിനാൾ മാർ ക്ലെമീസ് കാതോലിക്ക ബാവയ്ക്കൊപ്പം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ തത്സമയം നൽകാൻ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസും വത്തിക്കാനിൽ നിന്ന് ചേരും. ഇന്റർനാഷണൽ ഡെസ്ക് 24. UDF മുന്നണി പ്രവേശന ചർച്ചകൾക്കിടെ പിന്തുണ തേടി PV അൻവർ ഘടകകക്ഷി നേതാക്കളെ കണ്ടു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണെന്ന് PV അൻവർ പ്രതികരിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് 24നോട് പറഞ്ഞു. UDF മുന്നണി പ്രവേശനം കാത്തിരിക്കുന്ന PV അൻവർ ഘടകകക്ഷികളുടെ പിന്തുണ തേടുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് പാണക്കാടെത്തി ലീഗ് നേതാക്കളായ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടത്. ഉച്ചയ്ക്ക് ശേഷം തൊടുപുഴയിലെത്തി കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിന്റെ പിന്തുണയും തേടി. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്നും മുന്നണി പ്രവേശനത്തിന് ധൃതിയില്ലെന്നും PV അൻവർ. എങ്ങനെയാണോ തിരുവനന്തപുരത്ത് നടന്ന ആ ചർച്ച അതേ ഇഫക്റ്റ് തന്നെയാണ്. വളരെ അനുകൂലമാണ്, അനുഭാവപൂർവ്വമാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറകോട്ടു പോകുന്നു. ഈ ആഴ്ചയും പ്രഖ്യാപനം വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ അറിയിച്ചു.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ലാണ് പാളയത്തിൽ പടയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പറ്റി ഇന്നേവരെ പറഞ്ഞിട്ടോ അതിന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ. കോൺഗ്രസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ പറ്റി. അവർക്കിടയിലാണ് പാളയത്തിലാണ് പട. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ കാണാം. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വത്തിന്റെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് 24-നോട്. നിലവിൽ സംസ്ഥാന നേതൃത്വം ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ടൊരു അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറുമല്ല. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരാൻ കാത്തിരിക്കുകയാണ് മുന്നണികൾ. 24 മലപ്പുറം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും താൽക്കാലിക ആശ്വാസം. കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉടൻ കോടതിയിൽ ഹാജരാകേണ്ടതില്ല. ഇരുവർക്കും നോട്ടീസ് അയക്കാൻ ED ആവശ്യപ്പെട്ടെങ്കിലും ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി വിസമ്മതിച്ചു. കേസിൽ കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ കോടതി EDക്ക് നിർദ്ദേശം നൽകി. കേസ് മെയ് 2 വീണ്ടും പരിഗണിക്കും. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K കസ്തൂരി രംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10:45 ബംഗളൂരുവിലെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്നു. കസ്തൂരി രംഗന്റെ മേൽനോട്ടത്തിൽ ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിയത്. രാജ്യസഭാംഗം, ആസൂത്രണ കമ്മീഷൻ അംഗം, ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. കേരള പോലീസിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനം IM വിജയന് ഫെയർവെൽ പരേഡ് നൽകി. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ സേനാംഗങ്ങളുടെ സല്യൂട്ട് വിജയൻ സ്വീകരിച്ചു. MSP അസിസ്റ്റന്റ് കമാൻഡന്റായ IM വിജയൻ ഈ മാസം 30-നാണ് വിരമിക്കുന്നത്. 4 പതിറ്റാണ്ടോളം നീണ്ട പോലീസ് ജീവിതം. 1987 ഏപ്രിൽ 25-നാണ് ഹവിൽദാറായി IM വിജയൻ കേരള പോലീസിന്റെ ഭാഗമായത്. സേനയിൽ നിന്ന് വിരമിക്കുന്ന വിജയന് MSP ഗ്രൗണ്ടിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സല്യൂട്ട് സ്വീകരിച്ച ശേഷം നന്ദി പ്രസംഗം. പോലീസ് സേനയുമായുള്ള ആത്മബന്ധം അദ്ദേഹം 24-മായി പങ്കുവച്ചു. ഇതൊരു പോലീസുകാർക്കും MSP റിട്ടയർഡ് ചെയ്യാൻ ഏറ്റവും വലിയ ആഗ്രഹം. അതേപോലെ തന്നെ ഞാനും MSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ മെക്ക എവിടെയെന്ന് വെച്ചാൽ ഞാൻ എല്ലായിടത്തും പറയും, എല്ലാവരും കൽക്കട്ടയെന്ന് പറയും. പക്ഷേ ഞാൻ പറയും മലബാറാന്ന് പറയുള്ളൂ. മലബാറിൽ പെട്ടതാണ് മലപ്പുറം. അത് ഞാനൊരു ഫുട്ബോൾ പ്ലെയറായിട്ട് MSP റിട്ടയർഡ് ആകാൻ പറ്റിയ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വിരമിച്ചു കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനുണ്ട് IM വിജയന്. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ അക്കാദമി. എൻ്റെ ഒരു ഡ്രീമുണ്ട്. എനിക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു അക്കാഡമി, ഫുട്ബോൾ റെസിഡൻസ് അക്കാഡമിയാണ്. അല്ലാണ്ട് ആഴ്ചയിൽ 2 ദിവസം ക്യാമ്പ് അങ്ങനെയൊന്നുമല്ല. ഡെയിലി ക്യാമ്പ് സ്റ്റേ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു പ്രോജക്റ്റാണ് എൻ്റെ. ഇൻഷാല്ലാ എന്തായാലും ഗവൺമെൻറ് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ റിട്ടയർ ചെയ്ത പിന്നെ അതിൻ്റെ ബാക്കിലായിരിക്കും. നമ്മുടെ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ പിറന്നാൾ കൂടിയായിരുന്നു ഇന്ന്. കേക്ക് മുറിച്ച ആഘോഷം. അബു സലീമും ചടങ്ങിനെത്തിയിരുന്നു. കേരള പോലീസിൽ നിന്ന് വിരമിച്ച പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ നേതൃത്വത്തിൽ 28-ന് വൈകിട്ട് 4-ന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും യാത്രയയപ്പ് നൽകും. പഴയകാല കേരള പോലീസ് ടീമും മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ മത്സരിക്കും. 24 മലപ്പുറം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.